മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കോനമാവ് കൺവെൻഷന്റെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇനി നാളെ ശനിയാഴ്ച. ഇത് ദൈവമേ ഇനിയും വരാത്തവർക്കുള്ള അന്തിമ ശാസനമാണ് കേട്ടോ. എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും വരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് വിവിധങ്ങളായ മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മെസ്സേജ് അയക്കുന്നവർ, മെയിൽ അയക്കുന്നവർ, നേരിട്ട് എഴുത്ത് അയക്കുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ കമൻ്റ് അടി അങ്ങനെ കൊടുക്കുന്നവർ, പറഞ്ഞു വിട്ടിരിക്കുന്നവർ, ടോക്കിൻ്റെ സമയത്ത് എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ റെഡി കുഞ്ഞുങ്ങളെ വാ പ്രാർത്ഥിക്കാം വാ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം എന്ന് പറഞ്ഞ് വൈകുന്നേരം വിളിക്കുകയല്ലേ? അപ്പനമ്മ വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തനം 7:17 തലക്കെട്ട്. ഇങ്ങനെ ചിന്തിച്ച് ഭയപ്പെടരുത്. അതിന് വെളിപ്പെടുത്താണ്, ഈ ജനത എന്നേക്കാൾ വളരെ വലുതാണ്. എങ്ങനെ ഇവരുടെ അവകാശം എനിക്ക് പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് നീ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ അനേകം ആൾക്കാർക്ക് പ്രശ്നം എന്താ പറയുക? ഭയമാണ്. എന്തൊരു ഭയം കയറിയിട്ട് ഒരുപാട്. ഒരു എക്സാം കഴിയുന്ന, ഇൻ്റർവ്യൂ വരുന്നു, എന്ത് ചെയ്യും, ഡ്രൈവിങ് വരുന്നു, എന്ത് ചെയ്യും, അങ്ങനെ ഭയപ്പെടരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിതെങ്ങനെ ചെയ്തു തീർക്കും, ഞാനിതെങ്ങനെ ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കണ്ടത് എന്നറിയാമോ? ബൈബിൾ നിങ്ങൾ ചോദിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നൊരു വാക്കാണ് ഭയപ്പെടരുത്. ഉത്ഥാനത്തിന് ശേഷം വരുന്നത് എന്താ? ഭയപ്പെടരുത് അല്ലേ? പീഡനം വരുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. ഭയം അടിസ്ഥാനപരമായ തിന്മയാണെന്ന് ഒരു 100 പ്രാവശ്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ എന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ഭയപ്പെടും. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അഹങ്കാരമാണ്. മറിച്ച് എന്നെ ശക്തനാക്കുന്നവർ എനിക്ക് ചെയ്യാം. ഇത് ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അതല്ലേ വചനമല്ലേ? നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ്? അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഈ സംഗതി എല്ലാം അടിച്ചു കയറുന്നത്. അതുകൊണ്ട് ഇതിവർക്ക് വരുമെന്നറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അല്ലേ, ആ ജനത നമ്മളെക്കാൾ വലുതാണ്, അവരുടെ പടയാളികൾ, അവരുടെ യുദ്ധവീരന്മാർ, അവരുടെ സന്നാഹമൊക്കെ എന്നതാ, നമ്മൾ എന്നത് അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു കേസാണ്, നമ്മൾ 100% നീതി ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എതിർഭാഗത്തെ പൈസയുണ്ട്, നല്ല വക്കീലാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്ക് വേണ്ടി ആരുമില്ല. എൻ്റെ സഹോദരങ്ങൾ, ആരുമില്ലാത്തവൻ്റെ കൂടെയാണ് ദൈവം. നീതിമാന്റെ കൂടെയാണ് ദൈവം. നന്മ പ്രവർത്തിച്ചിട്ട് സഹിക്കുന്നവൻ്റെ കൂടെയാണ് ദൈവം. അഗതിയുടെ കൂടെയാണ് ദൈവം. അങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? അത് ഭയപ്പെട്ടൊരു പ്രശ്നമുണ്ട്, ദൈവം കൂടെ വരികയില്ല. ഹല്ലേലൂയ. അതൊരു ഭയം പാടില്ല കേട്ടോ. നല്ല ഉറച്ച വിശ്വാസം, ബോധ്യമാണ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഏതെങ്കിലും പ്രത്യേകമായ ഉറക്കം സ്തുതിക്കാവോ? ഏതെങ്കിലും പ്രത്യേകമായ കാര്യത്തിൽ എന്നെക്കൊണ്ട് ഇത് പറ്റുകയില്ല, ഈ ഒരു പഠനം എന്നെക്കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുകയില്ല, ഈ ജോലി എന്നെക്കൊണ്ട് പറ്റുകയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് സങ്കടപ്പെടുത്തിയിരിക്കുന്നവർക്ക് മനസ്സിന് നല്ല ബലവും ധൈര്യവും വചനം കൊടുക്കട്ടെ. എൻ്റെ വാക്കുകളല്ല, ഈ വചനം കൊടുക്കട്ടെ. കർത്താവ് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മുൻകാലങ്ങളെ ഓർത്ത് ധൈര്യം കർത്താവിൻ്റെ നാമത്തിൽ പ്രാപിച്ച് ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരെ ശല്യം ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോട്ടെ കർത്താവ്. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഓരോരുത്തരെയും മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങളെ ആശീർവദിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവിടുന്ന് കാണണമേ. കർത്താവ് മക്കളുടെ വേദന അവിടുന്ന് കാണണമേ. ജീവിതത്തിന് ഒരു നിലയിലെത്താത്തവരെ അവിടുന്ന് നോക്കണമേ. വീടില്ലാത്തവരെ അവിടുന്ന് കാണണമേ. കർത്താവ് ജോലിയില്ലാത്തവരെ കാണണമേ. മക്കളില്ലാത്തവരെ കാണണമേ. ഓരോ കുടുംബങ്ങളെ സ്വർഗത്തിൽ നോക്കി കാണണേ. ആരൊക്കെ ടോക്ക് കേൾക്കുന്ന എൻ്റെ പിതാവേ, മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാൽ പിതാവേ, അങ്ങനെ ഒരു സൂചനയുണ്ടല്ലോ, ഈശോയുടെ കുരിശുമരണത്തെ ഓർപ്പിക്കുമ്പോൾ പിതാവിന്റെ ഹൃദയം വലിയ കരുണ കാണിക്കണമേ. ഈ എളിയദാസൻ ഇവർക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ ഓർക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം, അമ്മയുടെ എല്ലാ ജീവിതത്തിൽ സഹിച്ച വേദന എല്ലാം ഓർക്കണമേ. സ്വർഗത്തിന്റെ രാജ്ഞിയുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുപിതാവിന്റെ മധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരികൾ ബന്ധം വിട്ടോട്ടെ. കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.